വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക്, ഈ വചന ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊടുക്കുക, ആ വചനത്തെ സ്വീകരിക്കുക, ആ വചനം ധ്യാനിക്കുക, ഹൃദയത്തിൽ സൂക്ഷിക്കുക, അനുഷ്ഠിക്കുക, ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ആയതിനാൽ ഇന്ന് ഈ തിരുവചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാൻ പോകുക. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. ആ മനോഭാവത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ദൈവവചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ ആര് ദാഹത്തോടെ ഇരിക്കുന്നു അവർക്കേയും കൃപ കൊണ്ട് നിറയുന്നവരായി, ആത്മാവ് കൊണ്ട് നിറയുന്നവരായി മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ അളവറ്റ വലിപ്പത്തിൻ്റെ സ്നേഹം നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ആരാലും വേണ്ടാത്തവരായി, ആരാലും വെറുക്കപ്പെട്ടവരായി, ആരാലും തിരസ്കരിക്കപ്പെട്ടവരായി, ഒറ്റപ്പെട്ടവരായി, തടയപ്പെട്ടവരായി വേദന അനുഭവിക്കുന്ന, നീറുന്ന മനസ്സോടെ ഇരിക്കുന്ന ആരെങ്കിലും കർത്താവേ ഞങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീ അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ സ്പർശിക്കണമേ കർത്താവേ. നല്ല ഇടയനായ കർത്താവേ, നീ അവരെ എടുക്കണമേ. അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, നീ അവരെ മാറോട് ചേർക്കണമേ.
നീ അവരുടെ ശിരസിൽ കൈകൾ വെച്ച് അവര് അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹം കൊണ്ട് അവരെ പൊതിയണമേ. നിന്നെ രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ കർത്താവേ ഇടവരുത്തണമേ. എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ കണ്ടെത്താൻ ഇടവരുത്തുമെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. നിന്നെ കണ്ടെത്താൻ തക്ക വിധം നീ അവരുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നഷ്ടപ്പെട്ടു പോയതിനെ തിരയുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരയുന്നവൻ. വിശുദ്ധ ലൂക്കാശ്ലീഹ എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ 3 നഷ്ടങ്ങളുടെയും 3 കണ്ടെത്തലുകളുടെയും ഉപമയും സന്ദേശവുമാണ് അവിടെ പറയുക. 3 നഷ്ടങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആടിന്റെ ഉപമ, കാണാതായ നഷ്ടത്തിന്റെ നാണയത്തിന്റെ ഉപമ, ഇറങ്ങിപ്പോയ ധൂർത്തനായ പുത്രന്റെ അനുഭവം. ആടിനെ കാണാതെ പോയെങ്കിൽ നാണയത്തെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ ധൂർത്തപുത്രൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. കാണാതെ പോയ ആടിനെയും നഷ്ടപ്പെട്ടു പോയ നാണയത്തെയും തിരയുന്ന യേശുവിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊരു സ്ത്രീയാണ് തൻ്റെ കയ്യിൽ 10 നാണയമുണ്ടായിരിക്കെ, ആകെ 10 നാണയമേ ഉള്ളൂ, വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ അന്നന്ന് പണിയെടുത്ത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ഉപജീവനം മാർഗം നടത്തുന്ന സ്ത്രീ, ആകെ അവൾക്കുണ്ടായിരുന്ന സമ്പാദ്യം വെറും 10 നാണയമാണ്. ആ നാണയത്തിൽ ഒന്നാണ് അവളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത്. ഒരുപക്ഷെ ഈ പൈസ, ആ നാണയം കയ്യിൽ നിന്ന് ചാടിപ്പോയാം, വഴുതിപ്പോകാം. ആ നാണയം ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം, ഈ സ്ത്രീയുടെ കൈവശമോ പേഴ്സിനകത്തോ ഞാൻ എത്ര നാളായിരിക്കുന്നത്? എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, എനിക്കൊരു സ്വയ അഭിപ്രായമില്ല, എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ 10 ഒരുവന്, അതുകൊണ്ട് എനിക്ക് വേണ്ട കരുതൽ നൽകുന്നില്ല എന്ന് ഈ നാണയം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. ഒരുപക്ഷെ ഇത് കാണുന്ന കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എൻ്റെ കുടുംബത്തിൽ 5 മക്കളിൽ ഒരാളാ ഞാൻ, 3 ഒരാളാ ഞാൻ, അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ വേണ്ടത്ര വിധത്തിൽ പരിഗണിക്കുന്നില്ല, എനിക്ക് വേണ്ട ശ്രദ്ധ നൽകുന്നില്ല, എനിക്ക് വേണ്ട ബഹുമാനം നൽകുന്നില്ല, എൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് നടക്കുന്നില്ല. ഞാൻ ഒരു മകനായിരുന്നെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ എനിക്ക് കിട്ടിയേനെ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം.
എൻ്റെ വീട്ടിൽ ഞാൻ 10 മക്കളിൽ ഒരാളാ. 10 മക്കളിൽ 7ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ അയലോക്കത്തെ വീട്ടിൽ 14 കുട്ടികളുള്ള കുടുംബങ്ങളുണ്ട്. ഞങ്ങൾക്കാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്ന് പല വ്യക്തികൾക്കും പ്രായവ്യത്യാസമില്ലാതെ, കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രായമായി കഴിയുന്നവർക്കും ഒക്കെ ഭാര്യയുണ്ടെങ്കിലും ഭർത്താവിന്, ഭർത്താവുണ്ടെങ്കിലും ഭാര്യയ്ക്ക്, അവർ 2 രാജ്യത്തായിരിക്കാം ഒരുപക്ഷെ ജോലി ചെയ്യുന്നത്. പലർക്കും കടന്നുകൂടാവുന്ന ഒരവസ്ഥയാണ്, ചിന്താഗതികളാണ് ഇത്. അപകർഷതാബോധം. എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കാൻ ആരാ ഉള്ളത് എന്ന് ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നു, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. വിവാഹം കഴിച്ചിട്ട് ഇത്രയും വർഷമായി, എനിക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല, എനിക്ക് വേണ്ട ശ്രദ്ധ നൽകുന്നില്ല, എന്നെ കരുതുവാൻ ആരുമില്ല. കല്യാണം കഴിച്ചിട്ട് എന്താ വിശേഷം? ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ അവസ്ഥ അറിയുന്നില്ലല്ലോ, ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ഇറങ്ങിപ്പോയേക്കാം, വീട് വിട്ടു പോയേക്കാം, ഡിവോഴ്സിലേക്ക് പോയേക്കാം, ഞാൻ മരിച്ചേക്കാം എന്ന് പോലും ചിന്തിക്കുന്ന വ്യക്തികൾ എൻ്റെ മുമ്പിലുണ്ടാകാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കുള്ളതാണ് ഈ സന്ദേശം. 10 നാണയങ്ങൾ ഉണ്ടായിരിക്കെ 1 അവരുടെ കൂട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുകയാണ്. ആ നാണയം എവിടെയോ പോയി. മറ്റൊന്ന്, ഈ നാണയത്തിന് ജീവനില്ല. ജീവനില്ലാത്തത് കൊണ്ട് തന്നെ അത് വീണ് കിടക്കുന്ന സ്ഥലം, അവിടെ അത് അനങ്ങാതെ കിടക്കുക. അതിന് ചലിക്കാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല, ഒന്ന് കരയാൻ പറ്റുന്നില്ല, അയ്യോ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ പറ്റുന്നില്ല. എന്നാൽ ആ നാണയത്തെ സ്വന്തമാക്കിയ, നാണയത്തിൻ്റെ ഉടമസ്ഥയായ ആ സ്ത്രീ ഈ നാണയം നഷ്ടപ്പെട്ട അപ്പോൾ മുതൽ കരയാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. നാണയം വിളിച്ച് പറയുന്നുണ്ടോ, ഞാൻ ഇവിടെയുണ്ടേ, ഞാൻ ഇവിടെയുണ്ടേ, എന്നെ എടുത്തോണ്ട് പോ, ഞാൻ ദാ ഇവിടെയാ കിടക്കുന്നത്? നാണയം പറയുന്നുണ്ടോ? ഇല്ല. കാരണം നാണയത്തിന് ജീവനില്ല. 2, നാണയത്തിന് നാണയത്തിൻ്റെ വിലയറിയാൻ മേല. നാണയത്തിന് തൻ്റെ വില എത്രയുണ്ടെന്ന് അതിനറിയാൻ മേല. നമ്മ ഒരു പേപ്പർ കഷ്ണം 100 രൂപ എടുക്കുക, 1000 രൂപയുടെ ഒരു കടലാസ്, അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വില അറിയാൻ മേല, അതിൻ്റെ പുറത്തടിച്ചിരിക്കുന്ന മുദ്ര എന്താണെന്ന് അറിയാൻ മേല. അതൊരു പേപ്പറായിട്ടേ അതിന് തോന്നുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ഇതുപോലെയാ. അനേക യുവജനങ്ങൾ, ദമ്പതികൾ, കുഞ്ഞുങ്ങൾ, വ്യക്തികൾ, അവർക്ക് അവരുടെ വിലയറിയാൻ മേല. ഞാൻ ആരാണ്? ഞാൻ എത്രമാത്രം വിലപ്പെട്ടവനാണ്? ഞാൻ അമൂല്യനാണ്, ഞാൻ പ്രിയങ്കരനാണ് എന്നുള്ളത് അവർക്കറിയാൻ മേല. ആയതിനാൽ ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട് നമ്മുടെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും നമ്മൾ വഴുതിപ്പോയി. ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളത് നമുക്കൊരു അസ്വസ്ഥത പോലെ തോന്നി. നമ്മൾ ഇന്നെയും അവിടുന്ന് രക്ഷപ്പെടുവാൻ, ചാടിപ്പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ നാണയത്തിൻ്റെ വില അറിയാവുന്ന സ്ത്രീ എന്ത് ചെയ്തു പ്രിയമുള്ളവരെ? കയ്യിൽ ഒരു ചൂലെടുത്ത്, മറുകയിൽ വിളക്കുമെടുത്ത് ആ വീട് മുഴുവൻ അടിച്ചു വാരുകയാണ്. ഹല്ലേലൂയ. കതക് തുറന്നു കിടക്കുന്ന വാതിൽ അടച്ച്, അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന്
പെട്ടിയൊക്കെ വലിച്ചു മാറ്റി, കട്ടിലൊക്കെ മറച്ചിട്ട്, അലമാരകളൊക്കെ മാറ്റി, പായും പാത്രങ്ങളും മാറ്റി, തടുക്ക് പായുണ്ടെങ്കിൽ അത് പൊക്കി, ആ പേര മുഴുവൻ ഇളക്കി മറിച്ച് ഇരുട്ടുള്ളിടത്തേക്ക് പോലും വിളക്ക് കാണിച്ച് വെളിച്ചത്തെ കടത്തിവിട്ട് ചൂല് പെട്ടിയുടെ അടിയിലേക്ക് കയറ്റിയിട്ട് അടിച്ചു വാരിയെടുത്ത് ആ സ്ത്രീ ഈ നഷ്ടപ്പെട്ടു പോയ നാണയം അന്വേഷിക്കുക. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, അവൾ കണ്ടുകിട്ടുവോളം അന്വേഷിച്ചു എന്ന്. കണ്ടുകിട്ടുവോളം അവൾ അന്വേഷിച്ചു എന്ന്. അതാണ് ആ സ്ത്രീയുടെ നാണയത്തോടുള്ള ആ സ്നേഹം എന്ന് പറയുന്നത്. നാണയത്തോടുള്ള സ്നേഹം. ആ നാണയത്തിൻ്റെ വിലയറിയാവുന്ന വ്യക്തിക്ക് മാത്രമേ കണ്ടു കിട്ടുവോളം അന്വേഷിക്കാനുള്ളൊരു താല്പര്യമുണ്ടാകുകയുള്ളൂ. നമ്മളാണെങ്കിൽ 10 പൈസ താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറേ നേരം നോക്കും. ഇനി വേണ്ട 2 രൂപയുടെ കോയിനാന്ന് വിചാരിക്കുക, നടക്കുന്ന വഴി താഴോട്ട് പോയി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും. കിട്ടിയാ എടുക്കും, കിട്ടിയില്ലേ പോട്ടേന്ന് വെക്കും. 2 രൂപയ്ക്ക് വല്ല ഇപ്പം വിലയുണ്ടോ? ഇനി കണ്ടാൽ പോലും എടുക്കണോ വേണ്ടിയോ ഒന്ന് 2 വട്ടം ചിന്തിക്കും. വെറുതെ കുനിഞ്ഞെന്തിനാ 2 രൂപയ്ക്ക് വേണ്ടിയിട്ട് നടുവ് കളയുന്നത്? വേണ്ടെന്ന് വെക്കും. എന്നാൽ ആ സ്ത്രീ കണ്ടുകിട്ടുവോളം അവൾ അന്വേഷിക്കുവാൻ തയ്യാറായി. പ്രിയ ദൈവ പൈതലേ, പ്രിയ സഹോദര സഹോദരി, നിന്നെ കണ്ടുകിട്ടുവോളം, നിന്നെ സ്വന്തമാക്കുവോളം, നഷ്ടപ്പെട്ടു പോയ നിന്നെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവോളം പരിശ്രമിക്കുന്ന, പ്രവർത്തിക്കുന്ന, അന്വേഷിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നീ മറക്കരുത്. ഈ സ്ത്രീ ആരുടെ പ്രതീകമാണ്? കർത്താവ് യേശുവിൻ്റെ പ്രതീകമാണ്. സ്വർഗത്തിലായിരിക്കെ സ്വർഗത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ, ദൈവത്തിന് കൈമോശം വന്ന, പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് അവൻ ലോകത്തിൻ്റെ പ്രകാശമായി ഇറങ്ങി വന്നു. നമ്മെ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് നമ്മെ തോളിലേറ്റി സ്വർഗത്തോളം എത്തിക്കാൻ. തിരുവചനം വീണ്ടും എന്താ പഠിപ്പിക്കുന്നത്? ഈ നാണയം അവൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, കണ്ടുകെട്ടിക്കഴിഞ്ഞപ്പോൾ അതവൾ ഉയർത്തിപ്പിടിച്ചു. നാട്ടുകാരെയും വീട്ടുകാരെയും ചാർച്ചക്കാരെയും തൻ്റെ സ്നേഹിതരെയെല്ലാം വിളിച്ചു വരുത്തി അവരുടെ മുൻപിൽ ഈ നാണയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇതാ എനിക്ക് നഷ്ടപ്പെട്ടു പോയ നാണയം, എനിക്കിതാ ലഭിച്ചിരിക്കുന്നു, നിങ്ങളിത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ച് സന്തോഷിച്ച് ആനന്ദിക്കുന്ന ആ സ്ത്രീയെയാണ്, നാണയത്തിൻ്റെ ഉടമസ്ഥയെയാണ് ബൈബിൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പ്രിയ സഹോദര സഹോദരി, നീ മനസ്സിലാക്കണം, 10 നാണയം ഉണ്ടായിരിക്കെ ഒന്ന് പോയപ്പോൾ മറ്റ് 9 തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല ഈ സ്ത്രീ. പോകുന്നെങ്കിൽ പോകട്ടെ, പുകഞ്ഞ കൊള്ളി പുറത്ത്, ഒരെണ്ണം പോയെങ്കിലും വേറെ 9 ഉണ്ടല്ലോ എന്ന് ഈ സ്ത്രീ ചിന്തിച്ചില്ല. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരെണ്ണത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റ് 9 കുറിച്ച് പിന്നെ പറയുന്നില്ല. മറ്റ് 9 കുറിച്ചല്ല സന്തോഷിക്കുന്നത്. സമൂഹത്തിൽ നാട്ടുകാരെല്ലാം സ്നേഹിതരെയും വിളിച്ചു വരുത്തി 9 കുറിച്ച് പറയുന്നില്ല. നഷ്ടപ്പെട്ടു പോയത് ഈ 9 ഉയർത്തപ്പെടുക ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ ദൈവജനമേ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണോ? ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയവനാണോ? കൂദാശകളിൽ നിന്ന് അകന്നു പോയവനാണോ? പള്ളിയിൽ നിന്ന് അകന്നു പോയവനാണോ? ഒരു വിശുദ്ധ ജീവിതത്തിൽ നിന്നും ഏറെ അകന്ന് ഇരുട്ടത്ത് വ്യാപരിക്കുന്ന വ്യക്തിയാണോ നീ? നീ യേശുവിലേക്ക് കടന്നു വന്നാൽ, ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്നാൽ, നീ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവരെക്കാൾ മാനിക്കപ്പെട്ടവനായി മാറും.
വിശുദ്ധരെന്ന് കരുതുന്ന വ്യക്തികളെക്കാൾ, മാന്യരെന്ന് നീ കരുതുന്ന വ്യക്തികളെക്കാൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെടുന്നവനായി, വിലയുള്ളവനായി, അംഗീകരിക്കപ്പെട്ടവനായി നീ മാറ്റപ്പെടും. അതിനാൽ നിന്റെ വില നീ മനസ്സിലാക്കണം. നിന്റെ വില നീ മനസ്സിലാക്കണം. യു ആർ എ പ്രഷ്യസ് ചൈൽഡ്. നീ ദൈവത്തിൻ്റെ വിലപ്പെട്ട പൈതലാണ്. നീ ദൈവത്തിൻ്റെ വിലപ്പെട്ട മകനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബൈബിൾ എന്താ എഴുതിയിരിക്കുന്നത്? ഈ ഉദാഹരണം പറഞ്ഞിട്ട് യേശു പറയുകയാണ്, ഇതുപോലെ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ ദൂതന്മാരുടെ മുൻപിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനുതപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്നു. യേശു സന്തോഷിക്കുന്നു, പിതാവ് സന്തോഷിക്കുന്നു, കന്യകാ മാതാവ് സന്തോഷിക്കുന്നു, അപ്പോസ്തലന്മാർ, വിശുദ്ധന്മാർ, വാഴ്ത്തപ്പെട്ടവർ, ദൂതന്മാരുടെ ഗണം മുഴുവൻ സന്തോഷിക്കുക. അനുതപിക്കുന്ന ഒരു പാപി, നഷ്ടപ്പെട്ടു പോയ ഒരു മകൻ മടങ്ങി വരുമ്പോൾ അനുതപിക്കുന്ന ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട്, പാവത്തെ അനുതപിച്ച് ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് സ്വർഗം മുഴുവൻ സന്തോഷിക്കുക. നിനക്ക് സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും. എങ്ങനെ? എണ്ണ ഒഴിക്കുന്നതിലൂടെയോ, പൂമാല ഇടുന്നതിലൂടെയോ, മറ്റു നേർച്ച കാഴ്ചകൾ നടത്തുന്നതിലൂടെയോ, ഭക്ത അനുഷ്ഠാനങ്ങളിലൂടെയോ അല്ല. പിന്നെയോ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതിലൂടെ. നീ നിന്റെ പാപത്തെ ഓർത്ത നീ അനുതപിക്കുന്നതിലൂടെ നിന്റെ പരസ്യപാപങ്ങളും രഹസ്യപാപങ്ങളും, പോയ വഴികളിൽ നീ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും, എൻ്റെ ദൈവത്തിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന്, ആ കർത്താവിൽ നിന്ന് ഞാൻ അകന്നല്ലോ എന്നുള്ള ആ വേദനയോടെ ആ പാപത്തെ ഓർത്ത് നീ അനുതപിക്കുന്നുവെങ്കിൽ, നീ മടങ്ങി വരുന്നുവെങ്കിൽ സ്വർഗം മുഴുവൻ നിനക്ക് സന്തോഷിക്കുന്നു. യേശുവേ, എൻ്റെ ജീവിതം നിനക്കായി ഞാൻ നൽകുന്നു. ഞാൻ എത്രയോ വിലപ്പെട്ടവൻ. നാണയത്തിൻ്റെ വില അറിയാൻ മേല. ഒരു നാണയത്തിൻ്റെ വില അറിയാൻ മേല. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്തതിൻ്റെ ഫലമായി വൈകുന്നേരം കിട്ടിയതാണ് പണം, നാണയം. അത് ഉണ്ടാക്കിയ ആൾക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട്, അതിൻ്റെ വില എത്രയുണ്ടെന്ന്. ആ വില അറിയാവുന്നവൻ അന്വേഷിച്ച് തേടി വരുന്നത്. നമ്മുടെ വില നമുക്കറിയാൻ മേല. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കുന്നത്, തോന്നുന്നത് പോലെ ചെല്ലട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകലുന്നതിൻ്റെ കാരണം അതാ. പ്രിയമുള്ളവരെ, എന്നാൽ നമ്മുടെ വില അറിയാവുന്നവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി താഴേക്ക് വന്ന് തൻ്റെ വില കൊടുത്ത് നമ്മെ അവൻ വീണ്ടും സ്വന്തമാക്കി, വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നാം അവൻ്റേതായിരുന്ന നമ്മെ അവന് നഷ്ടമായി. വീണ്ടും രണ്ടാമതും അവന് സ്വന്തമാക്കി, സ്വന്തം ജീവനെ കൊടുത്ത്. അപ്പോൾ നാം എത്രയോ വിലപ്പെട്ടവരാ. യേശുവിനോളം വിലപ്പെട്ടവരാണ് നീ. സഹോദര, സഹോദരി, മോനെ, മോളെ, അമ്മച്ചി, അപ്പച്ച, സഹോദര, നിങ്ങൾ യേശുവിനോളം വിലപ്പെട്ടവരാ. മറക്കരുത്. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവേ, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പ്രാർത്ഥിക്കാം. എൻ്റെ വില മനസ്സിലാക്കാതെ, അങ്ങയുടെ ദൈവ പൈതലാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി, നിന്റെ സ്നേഹത്താൽ എന്നെ വീണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി എൻ്റെ സ്നേഹം ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല, മറ്റാർക്കും ഞാൻ കൈമാറുകയില്ല. നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിനക്കായി ഞാൻ ഒന്നാം സ്ഥാനം നൽകുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ഈ 2 കരങ്ങളെയും
ഓ ദൈവമക്കളേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ, സ്വരമുയരട്ടെ. കർത്താവേ, ഇടപെടണമേ. വേദനയിലൂടെ കടന്നു പോകുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. നീ അവരെ തൊടണമേ. നീ അവരെ അനുഗ്രഹിക്കണമേ. നഷ്ടബോധത്തിൽ, കുറ്റബോധത്തിൽ, നിരാശയിൽ, അപകർഷതാബോധത്തിൽ കഴിയുന്ന മക്കളെ നീ തന്നെ തൊടണമേ. നീ തന്നെ സ്പർശിക്കണമേ. നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് മടങ്ങി വരാനുള്ള കൃപ കൊടുക്കണമേ. ആത്മവിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്, വിശ്വാസം കൊണ്ട്, ദൈവ സ്നേഹം കൊണ്ട് ഈ മക്കൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നിന്ന് കൂട്ടായ്മയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ. ആശ്വാസം, സന്തോഷം, സമാധാനം, പ്രത്യാശ കൊണ്ട് ഓ മക്കൾ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി, നന്ദി. അമ്മാവേ, 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 അമ്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ കൊടുത്ത വിടുതലിനായി, നീ ചൊരിഞ്ഞ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ. നഷ്ടബോധത്തിൽ, നിരാശയിൽ കഴിയേണ്ടവരല്ല. ജീസസ് ലവ്സ് യു. ആമേൻ. ഗാഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ